നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ചട്ടവിരുദ്ധ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ രംഗത്ത്. ഇതേ ആവശ്യം ഉന്നയിച്ച് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. യുവതിക്ക് ഒരു കൈത്താങ്ങെന്ന സന്ദേശവുമായി MSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽ രാജ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 51ാമത് വാർഷികാഘോഷത്തിന് സമാപനമായി. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ഷീന സനിൽകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടിക്കുരുന്നുകളുടെ വേദിയായ ചിക്കൂസ് കളിയരങ്ങിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തുവന്നിരുന്ന അവധിക്കാല കളരിക്ക് ഈ മാസം 16-ന് സമാപനമാകും. സ്കൂൾ പ്രവേശനത്തിന് മുന്നോടിയായുള്ള പരിശോധനകൾ ആരംഭിച്ചതായി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ഫൈസലും ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. വാർത്തകൾ വിശദമായി. ചട്ടവിരുദ്ധ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ രംഗത്ത്. ഇതേ ആവശ്യം ഉന്നയിച്ച് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആലപ്പുഴ ജില്ലയിൽ റവന്യൂ വകുപ്പിൽ നടപ്പിലാക്കിയ സ്ഥലം മാറ്റ ഉത്തരവുകൾ ഉടൻ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം പൂർണ്ണമായും LDF സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുകയും അത് സുതാര്യവും അഴിമതിരഹിതവുമായി സംസ്ഥാനത്ത് നടന്നുവരികയായിരുന്നു. ഓരോ വകുപ്പുകൾക്കും വകുപ്പുകളുടെ സവിശേഷതയ്ക്കനുസരിച്ച് ഉത്തരവിറക്കണമെന്നും അന്നത്തെ ഉത്തരവിൽ സൂചിപ്പിക്കുന്നു. റവന്യൂ വകുപ്പിൽ സീനിയർ ക്ലർക്ക് മുതൽ ഡെപ്യൂട്ടി ക്ലർക്ക് വരെയുള്ള കേഡറുകളിൽ നിലവിൽ HRMS വഴി സ്ഥലം മാറ്റം നടന്നുവരുന്നു. ഇത് സംബന്ധിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ കൃത്യമായ സ്ഥലം മാറ്റ മാനദണ്ഡങ്ങൾ ഉള്ളതായും കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. നിലവിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പൊതുസ്ഥലം മാറ്റത്തിന് അപേക്ഷ സമർപ്പിച്ച ജീവനക്കാർ കാത്തിരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഭരണമാറ്റം സംഭവിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ റവന്യൂ വകുപ്പിൽ ചട്ടവിരുദ്ധമായി ജീവനക്കാരെ ദ്രോഹിക്കുന്ന തരത്തിൽ സ്ഥലം മാറ്റ ഉത്തരവുകൾ ഇറക്കുകയാണെന്നും ഇത്തരം മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന നടപടികൾക്കെതിരെ ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് കളക്ടറേറ്റിൽ നടന്ന യോഗം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ ഒരു പൊതുസ്ഥലം മാറ്റ ഉത്തരവ് നിലവിൽ വന്നത് ഈ ചെങ്കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ജീവനക്കാരെ സ്ഥലം മാറ്റി ആ സ്ഥലം മാറ്റത്തിലൂടെ പണം കൈപ്പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ. സമാനതകളില്ലാത്ത അഴിമതി നടന്ന കാലഘട്ടം 11-16 കേരളത്തിലായിരുന്നു. എന്താണ് 11-16 കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്? കേരളത്തിൽ ഒരു സർക്കാർ ജീവനക്കാരനെ അതേതു വകുപ്പിലാണെങ്കിലും എങ്ങോട്ട് മാറ്റുന്നതിനും ഒരു പൊതു മാനദണ്ഡം നിലവിലില്ലാത്ത സാഹചര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലില്ലാത്ത വണ്ണം കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക കുംഭകോണം നടന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ സ്ഥലം മാറ്റത്തിലൂടെയാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് C പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M അനിൽകുമാർ, VS സൂരജ്, ധന്യ പൊന്നപ്പൻ, I സബീന, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P സുരേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CN പ്രമോദ് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ ജില്ലാ നേതാക്കളായ KG ഐബു, ശ്രീകുമാരി, ജയചന്ദ്രൻ, S ഷഹീർ, A ശുഭ, രാധാകൃഷ്ണൻ, തങ്കച്ചൻ, സീമ, ഉമാദേവി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. യുവതിക്ക് ഒരു കൈത്താങ്ങെന്ന സന്ദേശവുമായി MSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽ രാജ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. യുവതിക്കൊരു കൈത്താങ്ങെന്ന സന്ദേശവുമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മുസ്ലിം സർവീസ് സൊസൈറ്റി MSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വേറിട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മെയ് മാസ ക്യാമ്പയിന്റെ ഭാഗമായി ആലിശ്ശേരി MS മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഈ മൂല്യച്യുതി?
ഈ പ്രബോധനം ഉണ്ടാവേണ്ടത് എവിടെ നിന്നാണ്? നമ്മളിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാവേണ്ടത്. ഞാൻ സ്വയം ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം ഈ ലഹരിക്കെതിരെ പോരാടാൻ. ഇന്ന് ഇവിടെ ഈ ചെറിയ സദസ്സായാലും ഇതിന്റെ മെസ്സേജ് എത്തേണ്ടത് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും തന്നെയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും എല്ലാവരും ഇന്നത്തെ ഒരു ഞായറാഴ്ച എല്ലാ തിരക്കുകളും വിനോദങ്ങളും വിശേഷങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈ ഒരു മീറ്റിംഗിൽ മുസ്ലിം സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പരിപാടിയിൽ എല്ലാവരും എത്തിച്ചേർന്നതിൽ ഞാൻ എല്ലാവരെയും ആധുനിക സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുവാൻ ഓരോ കൂട്ടായ്മകളും നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും അത്തരത്തിൽ MSF നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. MSF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K നജീബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് നോഡൽ ഓഫീസർ MS അസ്ലം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സംഘടനയുടെ ട്രഷറർ M ഷംസുദ്ദീൻ ചികിത്സാ സഹായ വിതരണം നടത്തി. സെക്രട്ടറി R നവാസ് യോഗത്തിന് സ്വാഗതം പറഞ്ഞു. MSF ജില്ലാ ഉപാധ്യക്ഷൻ KS മുഹമ്മദ്, അബ്ദുൽ ലത്തീഫ്, OK അഷറഫ്, A അൻസാരി, ENS നവാസ്, മുഹമ്മദ് രാജ എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് സംഘടനയുടെ ആദ്യകാല പ്രവർത്തകരെ പൊന്നാടയിട്ട് ആദരിച്ചു. എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 51ാമത് വാർഷികാഘോഷത്തിന് സമാപനമായി. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആര്യാട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ 51ാമത് വാർഷികാഘോഷം സമുചിതമായി ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 8, 9, 10 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വിവിധ പരിപാടികളുടെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തിന് അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ഒരു പ്രദേശത്തെ ആകെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ 50 വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ എടുത്തു പറയേണ്ടത്. നമ്മുടെ സ്വാഗത പ്രാസംഗികൻ ശ്രീ മാത്യു പറഞ്ഞതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ നമ്മളുടെ എവർഷൈനുമായി ചേർന്ന് പോകുവാനുള്ള അവസരം ഇവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഗ്രന്ഥശാലയായി പരിഗണിക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചേർത്തുകൊണ്ട് പോകുന്ന എവർഷൈന് ആ ഗ്രന്ഥശാലയുടെ പദവി കിട്ടാത്തത് നമുക്കറിയാം. എന്താണ്? ഐക്യഭാരതം വായനശാല തൊട്ടടുത്ത് നിൽക്കുന്നു, പഞ്ചായത്തിന്റെ സാംസ്കാരിക കേന്ദ്രം തൊട്ടടുത്ത് നിൽക്കുന്നു. 2 കിലോമീറ്റർ അകലത്തിലാണ് ഓരോ ഗ്രന്ഥശാലയും അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളുടെ എവർഷൈന് ഗ്രന്ഥശാല പദവിയിലേക്ക് എത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രാജേന്ദ്രൻ സമാപന സമ്മേളന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനം റോട്ടറി ജില്ലാ ഉപദേശകൻ ബേബി കുമാരൻ വിതരണം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N ഓം പ്രകാശ്, ജനറൽ കൺവീനർ ബിജു വിൻസെന്റ്, പ്രസിഡന്റ് KP ഷൈൻകുമാർ, ട്രഷറർ AK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ KV മാത്യു യോഗത്തിന് സ്വാഗതവും ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ PV ജോസഫ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് കൊല്ലം BB ഓഡിയോസ് അവതരിപ്പിച്ച ഗാനമേളയും വേദിയിൽ അരങ്ങേറി. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. കുട്ടിക്കുരുന്നുകളുടെ വേദിയായ ചിക്കൂസ് കളിയരങ്ങിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 മാസക്കാലമായി നടത്തുവന്നിരുന്ന അവധിക്കാല കളിയരങ്ങിന് ഈ മാസം 16 സമാപനമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കുട്ടിക്കുരുന്നുകളുടെ സർഗാത്മക കഴിവിനെ പരിപോഷിപ്പിക്കത്തക്ക നിലയിൽ കുട്ടികളുടെ വേദിയായ ചിക്കൂസ് കളിയരങ്ങിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് LP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ചു വന്ന 40ാമത് അവധിക്കാല കളിയരങ്ങിന് ഈ മാസം 16-ന് കളം പിരിയും. ആടിയും പാടിയും വരച്ചും നിറം കൊടുത്തും സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിച്ചുമാണ് കുട്ടികൾ കളിയരങ്ങിൽ നിന്നും കളം പിരിയുന്നതെന്ന് അതിനുള്ള ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലുമാണെന്നും തങ്ങളുള്ളതെന്നും കളിയരങ്ങിന്റെ സ്ഥാപകനും ഡയറക്ടറുമായ ചിക്കു ശിവൻ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ കുട്ടികളുടെ ആദ്യ കാലഘട്ടത്തിലെ വേദിയാണ് ചിക്കൂസ്. 1984 ആരംഭിച്ച കളിയരങ്ങ്
2 വർഷത്തെ കോവിഡ് കാലം കഴിഞ്ഞാൽ 40 വർഷമായി തുടർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ ജില്ലയിലും 5 ജില്ലകളിലും പെട്ട കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 40 വർഷങ്ങളായി നടന്നു വരുന്ന കളിയരങ്ങ് ഏപ്രിൽ 1 ആരംഭിച്ചു. മെയ് 16 സമാപിക്കും. സമാപന ചടങ്ങുകളുടെ പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 75 കുട്ടികളാണ് കളരിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ കലകളിൽ പരിശീലനത്തോടൊപ്പം കുഞ്ഞുങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഞാനും എന്നോടൊപ്പം പ്രശസ്തരായ 8 അധ്യാപികമാരും എന്നോടൊപ്പം ഉണ്ട്. അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് കളിയരങ്ങ് ഇങ്ങനെ തുടർന്നു വരികയാണ്. മെയ് 16 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ബാലസാഹിത്യവേദിയിൽ സമഗ്ര സംഭാവനയ്ക്ക് നൈന മണ്ണഞ്ചേരിക്കും നൃത്തരംഗത്തെ സംഭാവനയ്ക്ക് പ്രവീൺ നാട്യകലയ്ക്കും പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വരദ് പാർത്ഥസാരഥി, അഞ്ജന മധു, ഫരീദ ഫിറോസ്, ഫാദിയ ഫിറോസ്, അന്നപൂർണ എന്നിവർക്ക് ബാല്യപ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കും. ഗുരുപൂജ പുരസ്കാരം ജേതാവ് ആര്യാട് ഭാർഗവൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. സ്കൂൾ പ്രവേശനത്തിന് മുന്നോടിയായുള്ള പരിശോധനകൾ ആരംഭിച്ചതായി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബും നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ഫൈസലും ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. സ്കൂൾ പ്രവേശനത്തിന് മുന്നോടിയായുള്ള പരിശോധനകൾ ആരംഭിച്ചതായി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബും നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ഫൈസലും ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. എല്ലാ സ്കൂളുകാരെയും ഞങ്ങൾ ഇവിടെ വിളിച്ചിരുന്നു. അതായത് നമുക്ക് 16 ഗവൺമെന്റ് സ്കൂളുകളാണുള്ളത് അല്ലേ. 16 ഗവൺമെന്റ് സ്കൂളുകളുടെ അവിടുത്തെ PTA ഭാരവാഹികളെ, ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെ ഞങ്ങളിവിടെ വിളിച്ചിരുന്നു. അവരുമായിട്ട് സ്കൂളിന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായ ചർച്ചകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്ക് വർക്കുകളുടെയൊക്കെ അവരുടെ ആവശ്യപ്രകാരം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്യാൻ താമസമുള്ളത് കൊണ്ട് തന്നെ അവരുടെ PTA കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിന്റെ പരിസരവും മറ്റും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ പെയിന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ വിശദമായി തന്നെ അവരോട് സംസാരിക്കുകയുണ്ടായി. നല്ല ചർച്ചയും തീരുമാനങ്ങളും ഒക്കെ ആ മീറ്റിംഗിൽ ഞങ്ങൾക്കുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകളും ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നേരിട്ട് തന്നെ ചെന്ന് ഓരോ സ്കൂളുകളിലെയും ശോചനീയാവസ്ഥയെക്കുറിച്ച് അവർ പഠിക്കുകയും അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളും കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടമെന്ന നിലയിൽ നഗരത്തിലെ 16ഓളം സർക്കാർ സ്കൂളുകളിലേക്കും മറ്റ് സ്കൂളുകളിലെയും PTA ഭാരവാഹികളുടെ യോഗം വിളിച്ചു. സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ്, പരിസര ശുചീകരണം, ടോയ്ലറ്റ് സൗകര്യം, കുടിവെള്ളത്തിനായുള്ള ക്രമീകരണങ്ങൾ അടക്കം ചർച്ച ചെയ്തു. കൂടാതെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനടങ്ങുന്ന കമ്മിറ്റിയുടെ നേരിട്ടുള്ള പരിശോധനയും സ്കൂളുകളിൽ ആരംഭിച്ചു. സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 1 മുൻപായി നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നഗരസഭ സ്കൂളുകൾക്കായി ചെയ്യുമെന്നും മോളി ജേക്കബ് പറഞ്ഞു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ഫൈസലും നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബിനൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചട്ടവിരുദ്ധ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിൽ രംഗത്ത്. ഇതേ ആവശ്യം ഉന്നയിച്ച് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. യുവതിക്ക് ഒരു കൈത്താങ്ങെന്ന സന്ദേശവുമായി MSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് DYSP സുനിൽ രാജ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 51ാമത് വാർഷികാഘോഷത്തിന് സമാപനമായി. ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടിക്കുരുന്നുകളുടെ വേദിയായ ചിക്കൂസ് കളിയരങ്ങിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 മാസക്കാലമായി നടത്തുവന്നിരുന്ന അവധിക്കാല കളരിക്ക് ഈ മാസം 16 സമാപനമാകും.
സ്കൂൾ പ്രവേശനത്തിന് മുന്നോടിയായുള്ള പരിശോധനകൾ ആരംഭിച്ചതായി നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ഫൈസലും ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.